മലബാറിൽ നിന്നൊരു ക്രൈസ്തവൻ നിയമസഭയിൽ എത്തരുതെന്ന വാശിയിൽ നിലമ്പൂരിൽ ജോയിയെ വെട്ടിയത് മുസ്ലിം ലീഗും കോൺഗ്രസിലെ ലീഗ് സെൽ നേതാവ് ഷാഫി പറമ്പലും ആണെന്നുള്ള ആരോപണം ശക്തമാകുന്നു. ഇതിന് നിലമ്പൂരിലെ 22% ക്രൈസ്തവ വോട്ടർമാർ മറുപടി നൽകും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നിർണായകമാകുക ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. 22% ക്രൈസ്തവ വോട്ടുകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ. മലബാറിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ട് വിഹിതമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന നിലയിലായിരുന്നു ഇവിടെ ഈ വിഭാഗത്തിൽ നിന്നൊരാളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നത്. VS ജോയിയുടെ പേരിന് ലഭിച്ച സ്വീകാര്യതയും ഇതുതന്നെയായിരുന്നു. മലബാറിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ പേരുകാരന് നിയമസഭയിലെത്താനുള്ള അവസരമായിട്ടായിരുന്നു ഇത് എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസിലെ ലീഗ് സെല്ലിൻ്റെ നേതാവുമായ ഷാഫി പറമ്പിലും ചേർന്നാണ് ജോയിയെ വെട്ടി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയതിനാൽ ഇനി വേറൊരു ക്രൈസ്തവനും പാർട്ടി അവസരങ്ങൾ നൽകേണ്ടതില്ലെന്ന ചിലരുടെ തീട്ടൂരമാണ് VS ജോയിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. മുമ്പ് AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും KV തോമസും PC ചാക്കോയും PT തോമസും PJ കുര്യനുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ക്രൈസ്തവ നേതാവിനെ കണ്ടെത്തണമെങ്കിൽ പരാതി നടക്കണം. സണ്ണി ജോസഫിനെ പ്രസിഡൻ്റാക്കിയത് മാത്രമാണ് ഇതിനൊരു അപവാദം. KV തോമസും PC ചാക്കോയും ഇപ്പോൾ ഇടതുപക്ഷത്താണ്. ആൻ്റണിയും കുര്യനും വയോധികരായി. ഉമ്മൻചാണ്ടിയും PT തോമസും കാലയവനെക്കുള്ളിൽ മറയുകയും ചെയ്തു. റോജി M. ജോൺ, മാത്യു കുഴൽനാടൻ, VS ജോയി, സനീഷ് ജോസഫ്, ചാണ്ടി ഉമ്മൻ തുടങ്ങി ക്രൈസ്തവ യുവനേതാക്കളുടെ ശക്തമായ ഒരു നിര തന്നെ കോൺഗ്രസിലുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര അവസരം പാർട്ടിയിൽ ലഭിക്കുന്നില്ലെന്ന് മാത്രം. എന്തായാലും നിലമ്പൂരിൽ ഇത്തവണ ക്രൈസ്തവ വികാരം പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്.